ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഒരു കിടിലൻ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ അമ്മായിമാർ ചെന്നിട്ട് നമ്മുടെ കൺമണിയോടും അച്ഛനോടും ഒക്കെ ചോദിക്കുന്നുണ്ട്, എന്താണ് എന്താണ് ഇവിടെ നടന്നത്? ആ വരുണ് നമ്മളിവിടെ നിന്ന് ഇറക്കി വിടില്ലേ ഏട്ടാ, എന്ത് പണിയാണ് ഈ കാണിച്ചത് എന്നൊക്കെ ചോദിക്കുന്നു കേട്ടോ. അപ്പോഴത്തേനും കൺമണിയാണെങ്കിലോ പറയുന്നുണ്ട്, അച്ഛനെ കുറ്റപ്പെടുത്തേണ്ട അമ്മായിമാരെ, ഇതെല്ലാം തന്നെ വരുണിൻ്റെ ചതിയായിരുന്നു. പക്ഷേ ഈ വീടും സ്ഥലവും ഒരിക്കലും നമുക്ക് നഷ്ടപ്പെട്ടു പോവില്ല. ക്രിസ് സാറ് നാളെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങും. എന്തായാലും സാർ ഇതെനിക്ക് തിരിച്ച് പിടിച്ച് തരുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും അതൊക്കെ നടക്കുമോ കൺമണി? തീർച്ചയായും നടക്കും, ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. ഇത് എൻ്റെയും കൂടെ വീടല്ലേ, എന്തിനാ പിന്നെ എനിക്കും ടെൻഷനൊക്കെ ഉള്ളതല്ലേ എന്ന് പറയുന്നു കേട്ടോ. എന്നാൽ ഞങ്ങൾ നിന്നെ വിശ്വസിക്കുകയാണ്, ഇനി നീ കാല് മാറരുതെന്ന് പറയുന്നു. അപ്പോഴത്തേന് ധനലക്ഷ്മി പറയുന്നത്, അത് ഏതായാലും നടക്കുന്ന കാര്യങ്ങൾ തന്നെ, അവൻ എന്തായാലും പുറത്തിറങ്ങിയിട്ട് വേണ്ടേ എന്ന രീതിയിലൊക്കെ. പിന്നെയും ദേവ്ജിയും അതുപോലെ മഹിയുമാണ് കാണിക്കുന്നത് കേട്ടോ. മഹിയാണെങ്കിലോ ദേവ്ജിയോട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേവ് സാർ ആകെ പ്രശ്നമാവുമെന്നാണ് തോന്നുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വക്കീൽ കോടതിയിൽ ജാമ്യത്തിന് അപേക്ഷിക്കാൻ വേണ്ടി പോയ സമയത്ത് തന്നെ വേറൊരു വക്കീൽ അവിടെ കൃഷ്ണൻ്റെ ജാമ്യത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നീക്കിയിട്ടുണ്ടെന്ന് അറിയുന്നു. സാർ ഏതെങ്കിലും ഒരു വക്കീലിനെ നിയമിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാട്ടോ. ഇല്ലല്ലോ മഹി, ഞാൻ അങ്ങനെ നിയമിച്ചിട്ടൊന്നുമില്ലല്ലോ. പിന്നെ അത് ആരായിരിക്കും? എന്തായാലും സാഗർ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടില്ല, പിന്നെ ആരായിരിക്കും വക്കീൽ നിയമിച്ചിട്ടുണ്ടാവുക എന്ന് പറയുന്നുണ്ട്. അറിയില്ല സർ, അതറിയാനുള്ള ഇനി ആരെയും ഞാൻ വിളിക്കേണ്ടത് എന്ന രീതിയിലേക്ക് സംസാരിക്കുന്നു കേട്ടോ. എന്തായാലും മഹി ചെല്ല്, ഞാനൊന്ന് നോക്കട്ടെ, ഒന്ന് അന്വേഷിച്ച് നോക്കട്ടെ എന്ന് പറയുന്നു. അതിനുശേഷം തന്നെ കൺമണി വിളിക്കുന്നുണ്ട് കേട്ടോ, ദേവ്ജി എന്ന് പറയുന്നത്. കൺമണിയോട് ദേവ് സാറ് പറയുന്നുണ്ട്, കൺമണി, നമ്മുടെ വക്കീലല്ലാതെ വേറൊരു വക്കീൽ കൃഷ്ണൻ്റെ ജാമ്യത്തിന് വേണ്ടിയിട്ട് ഹാജരായിട്ടുണ്ട്. അത് ആരാണെന്ന് മനസ്സിലാവുന്നില്ല. സാർ ഊഹിച്ചത് ശരി തന്നെയാണ്, അത് മറ്റാരും എന്നല്ല, അത് ആ ബലരാമൻ്റെ ആ സഹോദരി ഭാഗ്യശ്രീയാണെന്ന് പറയുന്നു. എന്ത് പണിയാണ് കൺമണി കാണിച്ചിരിക്കുന്നത് നീ എന്ന് പറയുന്നുണ്ട്. അവൾ എന്നോട് കാര്യങ്ങളൊക്കെ സത്യങ്ങളൊക്കെ പറഞ്ഞു, അവളെ എനിക്ക് വിശ്വസിക്കാനാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ സാറിനൊരു കാര്യം മനസ്സിലായോ? ബലരാമനും അതുപോലെ കിരിസാറും ഒരു സെല്ലിലാണ് ഇപ്പോൾ ഉള്ളത് എന്ന് പറയുന്നു. അത് പ്രശ്നമാവുമല്ലോ കൺമണി. എനിക്കൊന്നും അറിയില്ല സർ, പക്ഷേ സാറിനെ ഒരിക്കലും ഉപദ്രവിക്കില്ല എന്നുള്ളത് ആ ബലരാമൻ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. അയാളിപ്പോൾ ഒരു പാവത്തിനെ പോലെയാണ് സംസാരിക്കുന്നതൊക്കെ, എന്താ ഉണ്ടാവുക എന്നൊന്നും പറയാനായിട്ട് പറ്റില്ല എന്ന രീതിയിലൊക്കെ ദേവ്ജിയോട് കൺമണി പറയുന്നുണ്ട്. എന്തായാലും നോക്കട്ടെ, കാര്യങ്ങൾ നമ്മൾ പറയുന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് കൺമണി ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുന്നു. പിന്നെയും ആൻറ്റിയമ്മയും മാനസയെ കാണിക്കുന്നുണ്ട്. അപ്പോൾ മാനസ വന്നിട്ട് ആൻറ്റിയമ്മയോട് പറയുന്നുണ്ട്, എന്തായാലും ആകെ പ്രശ്നമാകും, എനിക്കിതെല്ലാം ഒന്നും വിശ്വാസമില്ല ആൻറ്റിയമ്മേ, എന്തൊക്കെയോ ഒരു കുഴപ്പങ്ങൾ അവിടെ നടക്കുന്നുണ്ടെന്ന് പറയുന്നു. നീ എന്തൊക്കെയാണ് മാനസ ഈ പറയുന്നത്? അതായത് ക്രിസ്റ്റിനെ ഇതുവരെ കാണാനില്ല, എന്തൊരു മീറ്റിങ്ങിന് പോയാലും എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കിട്ടണ്ടേ? ആരും ഒന്നും പറയില്ല, മീറ്റിങ്ങിന് പോയി എന്ന് മാത്രമേ പറയുന്നുള്ളൂ. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അറിയില്ല. എന്തായാലും നീ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. കൺമണിയുടെ കല്യാണം എന്തായാലും കഴിഞ്ഞിട്ടുണ്ടാവും. ഇന്നലെ അവളുടെ കല്യാണം ഉണ്ട് എന്ന് പറഞ്ഞത് വരുൺ ഇന്നലെ വന്നിട്ട്, അതുകൊണ്ട് തന്നെ അവളുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ കൃഷി ഇതെവിടെ പോയി? അതിൽ ആൻറ്റിയമ്മ, എനിക്ക് നല്ല വിശ്വാസ കമ്മിയുണ്ട്, ആൻറ്റിയമ്മണി ഒന്ന് വിളിച്ചു നോക്കെന്ന് പറയുന്നു കേട്ടോ. ഞാൻ വിളിച്ചത് ശരിയാവോ? അവളെ ചീത്ത പറഞ്ഞതല്ലേ ഞാനെന്ന് പറയുന്നു. അത് നോക്കിയിട്ട് കാര്യമില്ല ആൻറ്റിയമ്മേ, ഒന്ന് വിളിക്കുമെന്ന് പറയുന്നു. അങ്ങനെ കൺമണിയെ ഫോൺ ചെയ്തിട്ട് ആൻറ്റിയമ്മ നാണമില്ലാതെ വിളിക്കാട്ടോ ചെയ്യുന്നത്. ആ മോളെ ഒരു കാര്യം ചെയ്യോ, നീ എവിടെയാണ് മോളെ, വിവാഹമൊക്കെ നല്ല രീതിയിൽ നടന്നോ എന്ന് ചോദിക്കാട്ടോ. ആൻറ്റിയമ്മ എന്തിനാണ് വിളിച്ചത്? അതല്ല, എനിക്കറിയാൻ വേണ്ടിയിട്ടാണ്, നീ അങ്ങനെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടിലല്ലേ, അവിടെ തന്നെയല്ലേ മോളെ എന്ന് ചോദിക്കണേ. അല്ല, എൻ്റെ കല്യാണം ഇന്ന് നടന്നിട്ടില്ല. അതെന്ത് പറ്റിയെന്ന് ചോദിക്കുന്നു. സാഹചര്യത്താൽ അത് നടക്കാൻ സാധിച്ചില്ല എന്ന് പറയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിന് മാനസയോട് പറയുന്നുണ്ട്, അവളുടെ കല്യാണം ഒന്നും നടന്നില്ല, അവൾ വീട്ടിൽ തന്നെ ഉണ്ടെന്ന് പറയുന്നു. അല്ലേ, കൃഷിനെ കാണാനില്ല, എവിടെയാണെന്നൊന്നും അറിയില്ല, നിന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കാട്ടോ ചെയ്യുന്നത്. അപ്പോഴത്തേനും എന്നെ ഒന്നും കോണ്ടാക്ട് ചെയ്തിട്ടില്ല, ക്രിസ്സാർ എവിടെയാണെന്നുള്ളത് നിങ്ങൾക്കല്ലേ അറിയുള്ളൂ എന്ന രീതിയിലൊക്കെ പറയുന്നു കേട്ടോ. അതിനുശേഷം തന്നെ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ഒരു അച്ഛൻ മോളെ ഭക്ഷണം കഴിക്കാനായിട്ട് വിളിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോഴത്തേനും ഭക്ഷണമൊന്നും വേണ്ട അച്ഛാ എന്ന് പറയുന്നുണ്ട്. പിന്നീട് ആൻറ്റിയമ്മയൊക്കെ കാണിക്കുന്നത്, അവളുടെ അടുത്തില്ല കൃഷി, അവളുടെ കല്യാണം നടന്നിട്ടില്ല, പക്ഷേ ഇവൻ എവിടെ പോയിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. എന്തായാലും വരട്ടെ, സാഗറിനെയും സുജുവിനെയും ഒന്നും അറിയിക്കാൻ നിൽക്കണ്ട കേട്ടോ നീ എന്ന് പറയുന്നുണ്ട്. ഇത് നമുക്ക് ഒന്ന് നോക്കാം. പിന്നെ ദേവിജി വിളിച്ച് പറഞ്ഞില്ലേ അവൻ്റെ ഒരു മീറ്റിങ്ങിന് പോയിട്ട് ഇരിക്കുകയാണെന്ന്. എന്തായാലും ദേവിജി കള്ളൊന്നും പറയാനായിട്ട് പോകുന്നില്ല എന്നും പറയുന്നു കേട്ടോ.
അതിനുശേഷം തന്നെ കൺമണി നമ്മുടെ ബലരാമനെ അതുപോലെ തന്നെ നമ്മൾ കൃഷ്ണനെയും കാണിക്കുന്നത്. ബലരാമനാണെങ്കിലോ കൃഷ്ണന് ഭക്ഷണം കൊണ്ടുവരിക കേട്ടോ. വിശക്കുന്നുണ്ടാവും, നീ ഇത് കഴിക്കുമെന്ന് പറയുന്നു. എനിക്ക് നിൻ്റെ ഭക്ഷണവും കാര്യങ്ങളൊന്നും വേണ്ട, നിന്നെ ഞാൻ അവസാനിപ്പിക്കും എന്ന് പറഞ്ഞിട്ട് വാശിയും ദേഷ്യത്തോടു കൂടി തന്നെയാണ് കൃഷ്ണ ഇപ്പോഴും അവിടെ നിൽക്കുന്നത് കേട്ടോ. പക്ഷെ ബലരാമനാണെങ്കിലോ കൃഷ്ണനോട് ഇപ്പോൾ വളരെയധികം സ്നേഹമാണ്, ഒരു അനിയൻ്റെ സ്നേഹം കിട്ടുന്ന പോലെ. എനിക്കറിയാം നിനക്ക് എന്നോട് ദേഷ്യം ഉണ്ടാവും എന്നുള്ളത്. ഞാൻ നിന്നെ അത്രമാത്രം ദ്രോഹിച്ചിട്ടുണ്ട്, പിന്നെ അച്ഛനെയും അമ്മേനെയും. നിനക്കറിയില്ല, എൻ്റെ ജീവിതം താടുമാറാക്കിയത് നീയാണെന്ന രീതിയിലൊക്കെ ബലരാമനോട് നോക്കിയിട്ട് കൃഷ്ണ അവിടെ സംസാരിക്കുന്നു കേട്ടോ. ഒരു കണക്കിന് പറഞ്ഞാൽ നീ എന്നെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ചെറുപ്പം മുതലേ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് സാഗറും സുജാതയും കൂടി ഞങ്ങൾ തകർക്കാൻ ശ്രമിച്ചിട്ടുള്ള ആളുകളെയാണ്, അവരെ അവസാനിപ്പിക്കണം എന്ന രീതിയിൽ തന്നെയാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതാണ് ചെറുപ്പം മുതലേ വളർന്നുകൊണ്ടിരുന്നത്. അതാണ് ഇത്രയും പക വരാൻ കാരണം. പക്ഷേ ഇപ്പോൾ മനസ്സിലായി അവരെ ഒരു പാവങ്ങളാണെന്നുള്ള രീതിയിൽ. പക്ഷേ ഇതൊന്നും ആരും മനസ്സിലാക്കിയില്ല എന്ന് പറയുന്നു കേട്ടോ. നിനക്കിതൊന്നും മനസ്സിലാവില്ലടാ എന്നൊക്കെ പറഞ്ഞ് കൃഷ് വഴക്ക് പറയുന്നത്. നീ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കി സംസാരിക്കേണ്ട, നാളെ നിനക്ക് ജാമ്യം കിട്ടില്ല, അടങ്ങി ഒതുങ്ങി നിന്നാലാണ്. നിനക്ക് അറിയില്ല, നീ ജയിലിൽ ജീവിച്ചിട്ടില്ല, നീ വലിയൊരു ഡിസൈനറൊക്കെ ആയിരിക്കാം, പക്ഷേ ഈ കാര്യത്തിൽ നിന്നേക്കാൾ എക്സ്പീരിയൻസ് എനിക്കാണ്. അതുകൊണ്ട് അധികം സംസാരിക്കാൻ നിൽക്കണ്ട. പുറത്ത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിൻ്റെ പെരുമാറ്റത്തിൽ നല്ല രീതിക്ക് തന്നെ അവർ നോട്ട് ചെയ്യുന്നതാണ്. നാളെ ജാമ്യം കിട്ടില്ല എന്ന് പറയുന്നു. എനിക്ക് ജാമ്യം വേണ്ടടാ, എനിക്ക് ഒരാളെയും കൂടി അവസാനിപ്പിക്കണം, അത് നിന്നെയാണെന്ന് പറയുന്നു. നീ എന്നെ അവസാനിപ്പിച്ചോ, ഒന്നും കുഴപ്പമില്ല, എൻ്റെ അച്ഛനും അമ്മയും വന്നോട്ടെ, നിന്നെ ഞാൻ ശരിയാക്കി തരും പറയുന്നുണ്ട്. അച്ഛനും അമ്മയും തമ്മിൽ എന്നെ കൊല്ലാൻ ശ്രമിക്കുകയാണെങ്കിൽ അങ്ങനെ ആവട്ടെ, എനിക്ക് സന്തോഷമേ ഉള്ളൂ കൃഷി. കാരണം ഞാൻ എൻ്റെ അച്ഛനും അമ്മയുടെ സ്ഥാനത്ത് തന്നെയാണ് അവരെ കണ്ടത്. അവരോട് എനിക്ക് ആദ്യം ദേഷ്യം ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ അവരെ കണ്ട് സംസാരിക്കൽ തുടങ്ങിയപ്പോൾ എനിക്ക് അവരെ ഒരിക്കലും പിരിയാൻ സാധിക്കില്ല. എൻ്റെ അച്ഛനും അമ്മയെ പോലെ തന്നെയാണ് അവരെ കണ്ടിട്ട് ഇനി മാപ്പൊക്കെ പറയണം എന്ന രീതിയിൽ തന്നെ ബലരാമൻ അവിടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിന്നെപ്പോലെ ഒരു അനിയനെ കിട്ടിയ ഞാൻ ഭാഗ്യവാനാണെന്നൊക്കെ പറയുന്നു. അപ്പോഴത്തേനും തിരിഞ്ഞു നോക്കുന്ന സമയത്ത് കൃഷ്ണ ഉറങ്ങിയിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ കൃഷ്ണ ഉറങ്ങിയത് കാണുമ്പോഴത്തേനും ബലരാമൻ കൃഷ്ണനെ പിടിച്ചിട്ട് കിടത്തുന്നുണ്ട്. എന്നിട്ട് കൃഷ്ണൻ്റെ തൊട്ടരികിലിരിക്കുന്നുണ്ട്. ഒരു ഏട്ടൻ ഒരു അനിയൻ ഉറങ്ങുന്നത് കണ്ടിരിക്കുന്നത് പോലെയാണ്. പിന്നീട് കാണിക്കുന്നത് കൺമണിയെ തന്നെയാണ് കേട്ടോ. കൺമണി ആകെ ടെൻഷനായിട്ട് ഇരിക്കുകയാണ്. കാരണം ക്രിസ്സാറിനെ നാളെ ഇറക്കണം എന്ന വിശ്വാസത്തിലിരിക്കുകയാണ്. പിന്നെ അതുമാത്രമല്ല തൻ്റെ ക്രിസ്സാറിൻ്റെയും ഓരോ മൊമെൻറ്റുകളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണോ ചെയ്യുന്നത്. അവർ പ്രണയിച്ചുകൊണ്ടിരുന്ന സമയത്തുള്ള കാര്യങ്ങളും അങ്ങനത്തെകളൊക്കെ. ക്രിസ്സാർ നാളെ എന്തായാലും സാറിനെ ഞാൻ ഇറക്കിക്കൊണ്ട് വരും എന്ന രീതിയിൽ കൺമണി സംസാരിക്കുന്നു. അതിനുശേഷം ഭാഗ്യശ്രീയും അതുപോലെ സുമിത്രയും ബാലുവിനെയും കാണിക്കുന്നു കേട്ടോ. നീ ഞങ്ങളെ ശത്രുവിനെയാണ് രക്ഷിക്കാൻ നോക്കുന്നത്, നീ എന്ത് പണിയാണ് കാണിച്ചതെന്ന് പറയുന്നു. അപ്പോഴത്തേനും എന്തായാലും അമ്മ കാണിച്ചത്ര ചതിയൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. പാവ എൻ്റെ ഏട്ടനെ നിങ്ങൾ ആണ് ആ ജയിലിലാക്കിയിരിക്കുന്നത്. ഇതിൽ എന്നെ ഓരോന്നും പറഞ്ഞിട്ട് വിശ്വസിപ്പിക്കാൻ നിങ്ങൾ നോക്കണ്ട എന്ന് പറയുന്നു. അങ്ങനെ ബാലു പറയുന്നുണ്ട്, എന്താ നീ ഇങ്ങനെ ചെയ്യുന്നത്, എനിക്ക് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുമോ? പിന്നെ അല്ലാതെ നിങ്ങളെപ്പോലെ ക്രൂരരായിട്ടുള്ള മനുഷ്യന്മാരല്ല ഞാൻ. അതുകൊണ്ട് തന്നെ ക്രിസ്റ്റിനെ ഞാൻ നാളെ ജാമ്യം എടുത്തിരിക്കും, ഞാൻ അവനെ പുറത്തിറക്കി കൊണ്ടുവരും എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും ബാലുവിന് ദേഷ്യം വന്നിട്ട് ബാലു ഭാഗ്യശ്രീയെ തല്ലുന്നുണ്ട് കേട്ടോ. അച്ഛന് ഉയർത്തെഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചവളാണ്. അച്ഛൻ്റെ കൈകാലുകൾ നന്നായിട്ട് ഇരുന്നില്ലേ, ഇപ്പോൾ എന്നെ തല്ലാനുള്ള ആരോഗ്യം ഉണ്ടായില്ലേ, ആദ്യം തന്നെ അതല്ലേ അച്ഛൻ ചെയ്തത്, നല്ല കാര്യമാണ്. പിന്നെ അമ്മ ഒന്ന് മനസ്സിലാക്കിക്കോ, അമ്മ ഇനി ഏത് ക്രിമിനൽ ലോയറിനെ വെച്ചാലും എന്ത് ചെയ്താലും സത്യമേ ജയിക്കുള്ളൂ. നാളെ കൃഷ്ണനെ ഞാൻ പുറത്ത് കൊണ്ടുവരും, ഇനി അത് ആര് പറഞ്ഞാലും ഞാൻ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് വാക്ക് കൊടുത്തിട്ട് പോവാട്ടോ. അങ്ങനെ സുമിത്ര ആകെ ദേഷ്യം വന്ന് നിൽക്കുകയാണ്. പിന്നീട് നമ്മുടെ കൺമണിയാണ് കേട്ടോ കാണിക്കുന്നത്. കൺമണി അമ്പലത്തിൽ പോയതിനു ശേഷം നന്നായിട്ട് തന്നെ പ്രാർത്ഥിക്കുന്നു. വിഘ്നേശ്വര, ഞാൻ ഈ കാണുന്നതെല്ലാം സത്യമായിരിക്കണമേ, മാത്രമല്ല ഇന്ന് ഭാഗ്യശ്രീ അവൾ എന്നെ ചതിക്കാതിരിക്കണം, കൃഷ്ണസാറിനെ ഇറക്കി കൊണ്ടുവരാൻ സാധിക്കണം, എല്ലാം അനുകൂലമായിട്ട് തന്നെ നടക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭാഗ്യശ്രീ അങ്ങോട്ട് വരുന്നു. കൺമണി എന്താ പ്രാർത്ഥിച്ചതെന്ന് ഞാൻ പറയട്ടെ എന്ന് പറയുന്നു. കാരണം വിഘ്നേശ്വര, ഇന്ന് ഭാഗ്യശ്രീ വരുമോ, അല്ലെങ്കിൽ അവൾ എന്നെ ചതിക്കുമോ, കൃഷ്ണനെ ഇറക്കി കൊണ്ടുവരില്ലേ, അവൾ വിശ്വസിക്കാൻ സാധിക്കുമോ എന്നൊക്കെയല്ലേ എന്ന് പറയുമ്പോൾ കൺമണി, അത് ശരിയാണല്ലോ, ഞാനതല്ലേ ഇപ്പോൾ പ്രാർത്ഥിച്ചത്. കൺമണി ഇപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ എങ്ങനെ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാകുന്നത്, അങ്ങനെയല്ല ചിന്തിക്കുന്നത്. എനിക്കെല്ലാം മനസ്സിലാവും കൺമണിയുടെ മനസ്സ് എനിക്ക് പണ്ടേ അറിയാം എന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നു കേട്ടോ. അപ്പോഴത്തേനും എന്തായാലും ഭാഗ്യശ്രീ ഒരു വാക്ക് പറയുകയാണ്, ഇന്ന് നിൻ്റെ കൃഷ്ണനെ ഞാൻ പുറത്ത് കൊണ്ടുവരും, അത് ഞാൻ കൺമണിക്ക് തരുന്ന വാക്കാണ് കേട്ടോ, അതെന്തായാലും ഞാൻ പാലിക്കും എന്ന രീതിയിലൊക്കെ ഭാഗ്യശ്രീ കൺമണിയോട് പറയുന്നു കേട്ടോ. കൺമണിക്ക് അപ്പോൾ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. കാരണം കൃഷ്ണനെ പുറത്തിറക്കി കൊണ്ടുവരാൻ സാധിക്കുമെന്ന ഒരു ഉറപ്പ്
ഭാഗ്യശ്രീ തരുന്നുണ്ട്. അതോടുകൂടി സമാധാനമായിരിക്കുകയാണ്. അങ്ങനെ അവർ നേരെ കോടതിയിലേക്ക് പോവാട്ടോ ചെയ്യുന്നത്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം. കഴിയുന്ന നാളെ നല്ലൊരു പ്രമോ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം.